ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയെന്ന് പഠിച്ചു അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസ് പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് കോക്രോച്ച്. ഓക്കെ, കോക്രോച്ചിൻ്റെ മോർഫോളജി ആൻഡ് അനാട്ടമിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, കാരണം നിങ്ങൾക്കിത് പ്രാക്ടിക്കലിനും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്സ് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ആവശ്യമായിട്ട് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോക്രോച്ച് എല്ലാവരും കോക്രോച്ചിനെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അവരെങ്ങനെയുള്ളത് ഓർഗാനിസംസ് ആണ്? ദേ ആർ ബ്രൗൺ ഓർ ബ്ലാക്ക് ബോഡിഡ് അനിമൽസ് ആണ്. അവർ വരുന്നത് ഏതിലാണ്? നമ്മൾ ഡിഫറെൻറ്റ് ഫൈലാസ് പഠിച്ചു. അതിൽ ഫൈലം ആർത്രോപോഡിൽ വരുന്ന ക്ലാസ് ഇൻസെക്റ്റിൽ വരുന്ന ജീവികളാണ് എന്ത്? കോക്രോച്ച്. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ഫൈലം ആർത്രോപോഡ ക്ലാസ് ഇൻസെക്റ്റ. ഓക്കെ. And also they are bright yellow, red and green colored cockroaches has also been reported in tropical regions. അപ്പോൾ നമുക്ക് നോർമലി കാണുന്നത് ബ്രൗൺ ഓർ ബ്ലാക്ക് ബോൾഡ് അനിമൽസിനെയാണ്. പക്ഷേ യെല്ലോ, റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് കോക്രോച്ചിനെയും എന്ത് ചെയ്യാറുണ്ട്? ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഏകദേശം ഒരു 3 ഇഞ്ചസ് വരെയൊക്കെയാണ് അവരുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോക്രോച്ചിനെ നോക്കുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് എന്തൊക്കെ കാണുക? പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത് അതിന് 2 ലോങ് ആൻറ്റിന ഉണ്ട് അല്ലേ? ഈ ഹെഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ലോങ് ആയുള്ള ആൻറ്റിന പോകുന്നുണ്ട്. പിന്നെ ലെഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ എ ഫ്ലാറ്റ് എക്സ്റ്റൻഷൻ ഓഫ് അപ്പർ ബോഡി വാൾ ദാറ്റ് കൺസീൽസ് ഹെഡ്. അതിൻ്റെ ബോഡി വാൾ എന്തുണ്ട്? പുറത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹെഡിനെ കൺസീൽ ചെയ്ത് നിൽക്കുന്ന ഒരു അപ്പർ ബോഡി വാൾ കാണുന്നുണ്ട്. പിന്നെ അവരെങ്ങനെയുള്ള ജീവികളാണ്? ദേ ആർ നൊക്ടേണൽ ഓംനിവേഴ്സ്. നൊക്ടേണൽ മീൻസ് ദേ ആർ ആക്റ്റീവ് ഇൻ നൈറ്റ്. അറ്റ് നൈറ്റിലാണ് അവർ എന്ത് ചെയ്യുക? കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. സോ നൊക്ടേണൽ ഓംനിവേഴ്സ് ആണ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ത്രൂ ദിസ് മോർഫോളജി. അവരുടെ മോർഫോളജി നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് നെയിം, ഫസ്റ്റ് ഓഫ് ഓൾ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പെരിപ്ലാനറ്റ അമേരിക്കാന. അവരുടെ സയൻറ്റിഫിക് നെയിം പെരിപ്ലാനറ്റ അമേരിക്കാന എന്നാണ്. ആൻഡ് ദേ ആർ അബൌട്ട് 34 to 53 millimeter ലോങ്. 34 to 53 millimeter ലെങ്ത്താണ് അവർക്കുള്ളത്. പിന്നെ അവർ വിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദേ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ടിപ്പ് ഓഫ് അബ്ഡോമിൻ ഇൻ മെയിൽസിൻ്റെ കേസിൽ അവർ അബ്ഡോമിൻ്റെ ടിപ്പ് വരെ എന്ത് ചെയ്യുന്നു? ടിപ്പിന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ വിങ്സ്. ഓക്കെ, ഇനി എൻറ്റയർ ബോഡീനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണാം? കൈറ്റിനസ് ആയുള്ള എക്സോസ്കെലിട്ടൺ, ബ്രൗൺ കളറിലുള്ള കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ കാണുന്നുണ്ട്. കൈറ്റിൻ എന്ന മെറ്റീരിയലോട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സോസ്കെലിട്ടൺ അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഈ ആർത്രോപോഡിൽ തന്നെ ഉള്ളത്, നമ്മൾ പ്രോൺസൊക്കെ നമുക്കറിയാലോ, അതിനൊക്കെ പുറത്തൊരു തോട് കാണുന്നില്ലേ? ഒരു എക്സോസ്കെലിട്ടൺ കാണുന്നില്ലേ? അതുപോലെ തന്നെ അത്ര കട്ടിയില്ലെങ്കിലും എന്ത് കാണുന്നുണ്ട്? ഈ കോക്രോച്ചിനും എന്ത് കാണുന്നുണ്ട്? ഒരു കൈറ്റിനസ് ആയുള്ള എക്സോസ്കെലിട്ടൺ കാണുന്നുണ്ട്. എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന സ്കെലിട്ടൺ ആണ് എക്സോസ്കെലിട്ടൺ കേട്ടോ. പിന്നെ ഓരോ സെഗ്മെൻറ്റ് നമുക്കറിയാം, ബോഡീനെ പല സെഗ്മെൻറ്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻ ഏജ് സെഗ്മെൻറ്റ് എന്ത് കാണുന്നുണ്ട്? എക്സോസ്കെലിട്ടൺ ഹാസ് ഹാർഡൻഡ് പ്ലേറ്റ്സ് കോൾഡ് സ്ക്ലീറൈഡ്സ്. ബോഡിക്ക് പല ഡിവിഷൻസ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ആ സെഗ്മെൻറ്റിൽ എന്ത് കാണാം? ഈ എക്സോസ്കെലിട്ടണിൽ ഹാർഡൻഡ് ആയിട്ടുള്ള പ്ലേറ്റുകൾ, ഓരോ സെഗ്മെൻറ്റിലും ഇങ്ങനെ ഹാർഡൻഡ് പ്ലേറ്റ്സ് കാണുന്നുണ്ട്. അതിന് നമ്മൾ സ്ക്ലീറൈഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, സ്ക്ലീറൈഡ്സ് ഓർത്ത് വയ്ക്കുക, സ്ക്ലീറൈഡ്സ്. ഈ സ്ക്ലീറൈഡ്സ് ഇപ്പോൾ ആ ജീവിയുടെ മോൾ ഭാഗം അല്ലെ, പുറം ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ഡോഴ്സൽ സൈഡ്. അതിൻ്റെ താഴ്ഭാഗത്തിന് എന്ത് വിളിക്കുന്നു? അല്ലെങ്കിൽ അടിഭാഗത്തിന് എന്താ വിളിക്കുക? വെൻട്രൽ സൈഡ് അല്ലേ? അപ്പോൾ ഡോഴ്സൽ സൈഡിൽ എന്ത് കാണുന്ന സ്ക്ലീറൈഡ്സ് ആണ് ടെർഗൈഡ്സ്. ഡോഴ്സൽ സൈഡിൽ കാണുന്ന സ്ക്ലീറൈഡ്സ് ആണ് ടെർഗൈഡ്സ്. ആൻഡ് വെൻട്രൽ സൈഡിൽ കാണുന്ന സ്ക്ലീറൈഡ്സ് നമ്മൾ സ്റ്റേർണൈഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അവരെ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? ആർട്ടിക്കുലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആർത്രോഡിയൽ മെംബ്രെയിൻ കാണുന്നുണ്ട്. ഈ സ്ക്ലീറൈഡ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് കാണുന്നുണ്ട്? ആർത്രോഡിയൽ അല്ലെങ്കിൽ ആർട്ടിക്കുലാർ മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഇനി ഈ കോക്രോച്ചിൻ്റെ ബോഡി എന്ന് പറയുന്നത് സെഗ്മെൻറ്റഡ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ വി ക്യാൻ ഡിവൈഡ് ദെയർ ബോഡി മെയിൻലി ഇൻറ്റു 3 റീജിയൻസ്. ബോഡിനെ നമുക്ക് മെയിൻലി 3 റീജിയൻസ് ആയി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹെഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഹെഡ്, സെക്കൻഡ് വൺ തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഫസ്റ്റ് ഹെഡ്, രണ്ടാമത്തെ ഭാഗമാണ് തൊറാക്സ് ആൻഡ് തേർഡ് പാർട്ട് ഈസ് അബ്ഡോമൻ. ഓക്കെ, നമുക്ക് ഓരോ പോർഷനായിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കോക്രോച്ചിൻ്റെ പിക്ചർ ഉണ്ടാകാൻ മനസ്സിലാവും. ഇനി ഹെഡ് എങ്ങനെയാണ്? ട്രയാങ്കുലർ ഷേപ്പിലാണ് ഹെഡ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോഡീന് പല സെഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 6 സെഗ്മെൻറ്റ്സ് കൂടിയതാണ് ഹെഡിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഒരു ഫ്ലെക്സിബിൾ ആയുള്ള നെക്ക് കാണുന്നതുകൊണ്ട് തന്നെ ഗ്രേറ്റ് മൊബിലിറ്റി, ഹെഡിന് ഗ്രേറ്റ് ആയുള്ള ഒരു മൊബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് ക്യാപ്സ്യൂൾ ബെയേഴ്സ് എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ്. ഹെഡ് ക്യാപ്സ്യൂളിൽ എന്ത് കാണുന്നു? ഒരു പെയർ കോമ്പൗണ്ട് ഐസ്, 2 ഐസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം എ പെയർ ഓഫ് ആൻറ്റിനെ, നല്ല ലോങ് ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ആൻറ്റിനെ. കോക്രോച്ചിനെ
നമുക്ക് കാണുമ്പോൾ തന്നെ 2 ആൻറ്റിനെ നോട്ടീസ് ചെയ്യാൻ പറ്റും. ത്രെഡ് ലൈക്ക് ആൻറ്റിനെ കാണുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എന്ത് കാണുന്നു? ആൻറ്റീരിയർ എൻഡ് ഓഫ് ഹെഡിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്ട് കാണുന്നുണ്ട്. ഓരോ ജീവികളുടെ മൗത്ത് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓരോ ടൈപ്പാണ് അല്ലേ? അപ്പോൾ ഈ കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിൽ കാണുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ മൗത്ത് പാർട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത് നോക്കാം കേട്ടോ. സോ മൗത്ത് പാർട്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ഈ മൗത്ത് പാർട്ട് വരച്ച് അടയാളപ്പെടുത്താൻ വരും. അതുകൊണ്ട് എന്താണ് നന്നായി വരച്ച് പഠിക്കുക. ഈ പിക്ചർ വരച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ. സോ മൗത്ത് പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ വരുന്നത് ഏതൊക്കെയാണ്? അതിൽ മെയിൻലി 4 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ലാബ്രം, 5 ഭാഗങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ലാബ്രം. ഒരു ലാബ്രം കാണുന്നു. ലാബ്രമാണ് അപ്പർ ലിപ്പ്. കോക്രോച്ചിൻ്റെ അപ്പർ ലിപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാബ്രം. ഓക്കെ, നോക്കൂ, ഈ പോർഷൻ അപ്പർ ലിപ്പിനെ പറയുന്നതാണ് ലാബ്രം. സെക്കൻഡ്, എ പെയർ ഓഫ് മാൻഡിബിൾസ്. ഒരു പെയർ എന്ത് കാണുന്നുണ്ട്? മാൻഡിബിൾസ് കാണുന്നുണ്ട്. പിന്നെ എന്ത് കാണുന്നു? എ പെയർ ഓഫ് മാക്സില്ലേ ആൻഡ് ഓൾസോ എന്താണ്? ഒരു ലോവർ ലിപ്പ് അല്ലെങ്കിൽ ലാബിയം കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പിന്നെ എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ലോബായിട്ടുള്ള ടങ്കും. അപ്പോൾ എന്ത് കാണുന്നുണ്ട്? ഒരു ഫ്ലെക്സിബിൾ ടങ്ക്. ആ ടങ്ങിനെ പറയുന്ന പേരാണ് ഹൈപ്പോഫാരിങ്സ്. ഒരു ഫ്ലെക്സിബിൾ ടങ്ക് കാണുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ് ഹൈപ്പോഫാരിങ്സ്. അതെവിടെയാണ്? ഈ മൗത്ത് പാർട്ടിൻ്റെ ഉള്ളിൽ ക്യാവിറ്റിയിലാണ് എന്ത് കാണുന്നത്? ടങ്ക് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 5 പാർട്സ് ആണ് മെയിൻലി ഉള്ളത്. ലാബ്രം അല്ലെങ്കിൽ അപ്പർ ലിപ്പ് ലാബ്രം. പിന്നെ ലോവർ ലിപ്പ്, ഈ കാണുന്ന പോർഷനാണ് ലാബിയം, ലോവർ ലിപ്പ്. അതുപോലെ തന്നെ ഒരു ടങ്ക് കാണാം, അതിനാണ് ഹൈപ്പോഫാരിങ്സ് എന്ന് പറയാം. ഈ സെൻറ്ററിൽ കാണുന്നതാണ് ഹൈപ്പോഫാരിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടങ്ക്. ഓക്കെ, പിന്നെ എന്ത് കാണുന്നുണ്ട്? ഒരു പെയർ ഓഫ് മാൻഡിബിൾസ് കാണുന്നുണ്ട് അല്ലേ? ഈ മാൻഡിബിൾസ് കണ്ടോ? ഒരു മാൻഡിബിൾ ഇവിടെ, ഒരു മാൻഡിബിൾ ഇപ്പുറത്ത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രൈൻഡിങ് റീജിയൻ ആണ്. ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാനും അതുപോലെ എന്താണ് ഇൻസിസിങ് റീജിയൻ, 2 റീജിയൻസ് കാണാം, ഗ്രൈൻഡിങ് റീജിയൻ ആൻഡ് ഇൻസിസിങ് റീജിയൻ. അത് ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിന്? മാൻഡിബിൾസ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എ പെയർ ഓഫ് മാക്സില്ലേ, എന്ത് കാണുന്നു? എ പെയർ ഓഫ് മാക്സില്ലേ കാണുന്നുണ്ട്. 2 ഉണ്ടോ? 2 മാക്സില്ലേയും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കോക്രോച്ചിൻ്റെ മൗത്ത് പാർട്ട് എന്ന് പറയുന്നത്. മൗത്ത് പാർട്ട് ഈസ് ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്ട്. അപ്പോൾ ഇത് വരച്ച് പഠിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. സോ അപ്പർ ലിപ്പ് അല്ലെങ്കിൽ ലാബ്രം, എ പെയർ ഓഫ് മാൻഡിബിൾസ്, എ പെയർ ഓഫ് മാക്സില്ലേ ആൻഡ് എ ലാബിയം അല്ലെങ്കിൽ ലോവർ ലിപ്പ്, പിന്നെ ഹൈപ്പോഫാരിങ്സ് അല്ലെങ്കിൽ ടങ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹെഡാണ് പറഞ്ഞത് അല്ലേ? ഹെഡിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെയാണ് മൗത്ത് പാർട്ട് വരുന്നത്. അടുത്ത പോർഷനാണ് എന്ത്? തൊറാക്സ്. ഓക്കെ, നെക്സ്റ്റ് പോർഷനാണ് തൊറാക്സ്. തൊറാക്സ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. നമുക്ക് തൊറാക്സിന് 3 ഡിവിഷൻ ഉണ്ട് പറയാം. ഏതൊക്കെയാ? പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. 3ആയി ഡിവൈഡ് ചെയ്യാം. പ്രോതൊറാക്സ്, മെറ്റാതൊറാക്സ് ആൻഡ് മീസോതൊറാക്സ്. ഹെഡ് ഈസ് കണക്റ്റഡ് വിത്ത് തൊറാക്സ്. അപ്പോൾ ഹെഡ് കഴിഞ്ഞാൽ തൊറാക്സ് അല്ലേ? അപ്പോൾ ഹെഡിനെ തൊറാക്സിനായിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു നെക്കാണ് കേട്ടോ. എ ഷോർട്ട് എക്സ്റ്റൻഷൻ ഓഫ് പ്രോതൊറാക്സ് നോൺ ആസ് ദ നെക്ക്. അപ്പോൾ ഈ തൊറാക്സിൻ്റെ സ്റ്റാർട്ടിങ്ങിനാണ് പ്രോതൊറാക്സ് എന്ന് പറയാം. പിന്നെ ഹെഡിൻ്റെയും പ്രോതൊറാക്സിൻ്റെ ഇടയിൽ നെക്ക് കാണുന്നുണ്ട്. പിന്നെ ഈച്ച് തൊറാസിക് സെഗ്മെൻറ്റ് ബെയേഴ്സ് എ പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. എന്താ പറഞ്ഞേ? തൊറാക്സ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ഈ ഓരോ തൊറാസിക് സെഗ്മെൻറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെയർ ലെഗ് അറേസ് ചെയ്യുന്നുണ്ട്, ഒരു പെയർ വാക്കിംഗ് ലെഗ്. അപ്പോൾ എത്ര പെയർ ലെഗ് ഉണ്ടായിരിക്കും? 3 പെയേഴ്സ് ഓഫ് ലെഗ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 6 ലെഗ്സ് ആണ് ഇതിൽ കാണുന്നത്, കോക്രോച്ചിന് കാണുന്നത്. അപ്പോൾ പ്രോതൊറാക്സിന് ഒരു പെയർ, മീസോതൊറാക്സിന് ഒരു പെയർ, മെറ്റാതൊറാക്സിന് അടുത്ത പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ് അറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ തൊറാക്സിൽ കാണുന്ന വേറൊന്നാണ് എന്ത്? വിങ്സ്, അതിൻ്റെ ചിറക്. ഓക്കെ, കോക്രോച്ചിന് ദേ ഹാവ് 2 പെയർസ് ഓഫ് വിങ്സ്. 2 പെയർ വിങ്സ് ആണ് ഇതിന് കാണുന്നത്. ദ ഫസ്റ്റ് പെയർ ഓഫ് വിങ്സ് അറൈസസ് ഫ്രം മീസോതൊറാക്സ് ആൻഡ് സെക്കൻഡ് പെയർ അറൈസസ് ഫ്രം മെറ്റാതൊറാക്സ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാക്കിംഗ് ലെഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അറൈസ് ചെയ്യുന്നത് പ്രോതൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റാതൊറാക്സ്. ഈ 3 എന്ത് ചെയ്യുന്നുണ്ട്? വാക്കിംഗ് ലെഗ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് വിങ്സ് എങ്ങനെ എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നത്? ഫ്രം മെറ്റാതൊറാക്സ് ആൻഡ് മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ഓക്കെ, ഈ 2 എന്ത് ചെയ്യുന്നത്? വിങ്സ് അറൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പെയർ ഓഫ് വിങ്സ് അറൈസ് ഫ്രം മീസോതൊറാക്സ് ആൻഡ് സെക്കൻഡ് പെയർ അറൈസ് ഫ്രം മെറ്റാതൊറാക്സ്. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീസോതൊറാസിക് ആണ് അല്ലേ? കാരണം അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മീസോതൊറാക്സ്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മീസോതൊറാസിക്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ്സ് നോൺ ആസ് ടെക്മിന. ഓക്കെ, 4 വിങ്സ് ഈസ് ഓൾസോ നോൺ ആസ് ടെക്മിന. ടെക്മിന എന്ന് പറയുന്നത് അല്ലെങ്കിൽ 4 വിങ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതാണ് കേട്ടോ. നല്ല കുറച്ച് ലെങ്ത്തിലുള്ളതാണ്. ഒപ്പേക്ക് ഡാർക്ക് കളറിലാണ്, അതുപോലെ തന്നെ ലെതറിയാണ്.
ഒപ്പേക്ക് ഡാർക്ക് ആൻഡ് ലെതറി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈൻഡ് വിങ്സ്, നെക്സ്റ്റ് പെയർ ഓഫ് വിങ്സിനെ പറയുന്ന പേരാണ് ഹൈൻഡ് വിങ്സ്. ഈ ഹൈൻഡ് വിങ്സിനെ ഇതെന്ത് ചെയ്യുന്നു, ഈ ഫോർ വിങ്സ് കവർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കോക്രോച്ച് റെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കി നോക്കുക, ആ മുകളിൽ കാണുന്ന ആ ലെങ്ത്ത് കൂടിയ വിങ്സ് ഉണ്ടല്ലോ, അതാണ് ഫോർ വിങ്സ്. അതിൻ്റെ താഴെയാണ് നമുക്ക് ഹൈൻഡ് വിങ്സ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പുറമേ കാണുന്ന വിങ്സ് ആണ് എന്ത്, ഫോർ വിങ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പെയർ വിങ്സ് ആണ് ഹൈൻഡ് വിങ്സ്. ഹൈൻഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രാൻസ്പെറൻ്റ് ആണ്, മെംബ്രേനിയസ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെംബ്രേനിയസ് ആയിട്ടുള്ള വിങ്സ് ആണ്, ദേ ആർ യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. അവർ പറക്കാൻ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്ന എന്താണ്, ഹൈൻഡ് വിങ്സ് ആണ്. അത് ട്രാൻസ്പെറൻ്റ് ആണ്, മെംബ്രേനിയസ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഫോർ വിങ്സ് പറഞ്ഞാൽ എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നു, മീസോതൊറാക്സ് എന്ന് അറൈസ് ചെയ്യുന്നു. ഹൈൻഡ് വിങ്സ് പറഞ്ഞാൽ മെറ്റാതൊറാക്സ് എന്ന് അറൈസ് ചെയ്യുന്നു. പിന്നെ ഫോർ വിങ്സ് പറഞ്ഞാൽ ഒപ്പേക്ക് ആണ്, മറ്റേത് എന്താണ്, ഹൈൻഡ് വിങ്സ് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഫോർ വിങ്സ് ആർ ലെതറി, ഹൈൻഡ് വിങ്സ് ആർ മെംബ്രേനിയസ്. പിന്നെന്താ, ഫോർ വിങ്സ് കവർ ദ ഹൈൻഡ് വിങ്സ് അറ്റ് റെസ്റ്റ്. പിന്നെ ഹൈൻഡ് വിങ്സോ ദേ ആർ യൂസ്ഡ് ഫോർ ഫ്ലൈറ്റ്. അത്രയാണ് അവരുടെ വിങ്സിൻ്റെ കാര്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തൊറാക്സിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്, വിങ്സിൻ്റെ കാര്യം, ലെഗ്സിൻ്റെ കാര്യം. ഹെഡിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് മൗത്ത് പാർട്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ബോഡി പോർഷനാണ് അബ്ഡോമൻ. എന്താണ് അബ്ഡോമൻ? അബ്ഡോമൻ എന്ന് പറയുന്നത് മെയിൽസിലായാലും ഫീമെയിൽസിലായാലും 10 സെഗ്മെൻറ്റ്സ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, അബ്ഡോമൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഹെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് 6 സെഗ്മെൻറ്റ്സ് കൂടിയിട്ടാണ് ഹെഡ് എന്ന് പറഞ്ഞു അല്ലേ. ബോഡിയിൽ ഒരുപാട് സെഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അബ്ഡോമൻ എന്ന് പറയുന്നത് 10 സെഗ്മെൻറ്റ് കൂടിയതാണ് അബ്ഡോമൻ. അപ്പോൾ അബ്ഡോമനിൽ ചില ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, ഫീമെയിലും മെയിലും തമ്മിൽ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. സോ ഫീമെയിലിൻ്റെ അബ്ഡോമൻ എന്ന് പറയുന്നത്, ഇൻ ഫീമെയിൽസ് ദ 7th സ്റ്റേർണം ഈസ് ബോട്ട് ഷേപ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞേ, ഈ പുറത്ത് ആ എക്സോസ്കെൽട്ടനിൽ എന്ത് കാണുന്നുണ്ട്, അവർ പുറമേ എന്ത് കാണുന്നുണ്ട്, ഹാർഡൻഡ് പ്ലേറ്റ്സ് കാണുന്നുണ്ട് പറഞ്ഞു അല്ലേ. അത് നമ്മൾ ടോട്ടലി വിളിക്കുന്ന പേരാണ് സ്ക്ലീറൈറ്റ്സ്. അതിൻ്റെ ഡോസൽ സൈഡിൽ കാണുന്നതിനെ ടെർഗൈറ്റ്സ് എന്നും വെൻട്രൽ സൈഡിൽ കാണുന്നതിനെ പ്ലേറ്റിനെ സ്റ്റേണായിട്ട് എന്നും വിളിക്കും. അപ്പോൾ ഫീമെയിലിലെ 7th സ്റ്റേണം എന്താണ്, ഒരു ബോട്ടിൻ്റെ ഷേപ്പാണ്. എന്നിട്ട് അതും 8th and 9th സ്റ്റേണം കൂടിയിട്ട് എന്തായിട്ടുണ്ട്, ഒരു ജെനിറ്റൽ പൗച്ചായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫീമെയിലിൽ 7th സ്റ്റേണം, 8th സ്റ്റേണം ആൻഡ് 9th സ്റ്റേണം കൂടിയിട്ട് എന്തായിട്ടുണ്ട്, ഒരു ജെനിറ്റൽ പൗച്ചായിട്ട് മാറിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, അതിൽ 3 കാര്യങ്ങളുണ്ട്. ആ ജെനിറ്റൽ പൗച്ചിൽ 3 കാര്യങ്ങളുണ്ട്. ദേ ആർ ഫീമെയിൽ ഗോണോപോർ, അതുപോലെ തന്നെ സ്പെർമാത്തിക്കൽ പോഴ്സ് ആൻഡ് ഓൾസോ കൊളാട്രൽ ഗ്ലാൻസ്. അതൊക്കെ നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും, റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്, ഗോണോപോറ്, സ്പെർമാത്തിക്കൽ പോഴ്സ്, കൊളാട്രൽ ഗ്ലാൻസ്. ഓക്കെ, ഫീമെയിലിലെ അബ്ഡോമനിൽ 7th സ്റ്റേണം ഒരു ബോട്ട് ഷേപ്പാണ്. കാരണം അത് 7th, 8th and 9th സ്റ്റേണം ഒരുമിച്ച് എന്താവുന്നു, ഒരു ജെനിറ്റൽ പൗച്ച് ഫോം ചെയ്യുന്നു. അതിൽ 3 പോർഷൻസ് കാണാം, ഫീമെയിൽ ഗോണോപോർ, സ്പെർമാത്തിക്കൽ പോഴ്സ് ആൻഡ് കൊളാട്രൽ ഗ്ലാൻസ്. ഓക്കെ, ഇനി അബ്ഡോമൻ ഇൻ മെയിൽസിൻ്റെ അബ്ഡോമൻ എങ്ങനെയാണ്, മെയിൽസിലാണെങ്കിൽ ജെനിറ്റൽ പൗച്ച് അല്ലെങ്കിൽ ചേംബർ എന്ത് ചെയ്യുന്നു, ഇറ്റ് ലൈസ് അറ്റ് ദ ഹൈൻഡ് എൻഡ് ഓഫ് അബ്ഡോമൻ, ബൗണ്ടഡ് ഡോഴ്സലി ബൈ 9th and 10th ടെർഗ ആൻഡ് വെൻട്രലി ബൈ 9th സ്റ്റേണം. എന്താണ്, ജെനിറ്റൽ പൗച്ച് എവിടെയാണ് കാണുന്നത്, ഹൈൻഡ് എൻഡിൽ, ബോഡിയുടെ ഒരു അബ്ഡോമൻ്റെ ഹൈൻഡ് ഭാഗത്തായിട്ടാണ്, ബാക്ക് സൈഡിൽ നല്ല ബാക്കിലായിട്ടാണ് കാണുന്നത്. അതിനെങ്ങനെ ഏതൊക്കെ കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, 9th and 10th ടെർഗ ആൻഡ് വെൻട്രലി എന്താണ് 9th സ്റ്റേണം. ഈ 3 സെഗ്മെൻറ്റ്സ് കൂടിയിട്ട് എന്തായിട്ടുണ്ട്, ഒരു ജെനിറ്റൽ പൗച്ച് ഫോം ചെയ്തിട്ടുണ്ട്. അതെന്താണ്, അതിൽ എന്തൊക്കെ കാണാം, ഡോഴ്സൽ എയ്നസ് കാണുന്നുണ്ട്, വെൻട്രൽ മെയിൽ ജെനിറ്റൽ പോർ കാണാം ആൻഡ് ഗോണാപ്പോഫൈസിസ്. എയ്നസ്, മെയിൽ ജെനിറ്റൽ പോർ ആൻഡ് ഗോണാപ്പോഫൈസിസ് ആണ് എന്തിൽ കാണുന്നത്, ഈ മെയിലിൻ്റെ ജെനിറ്റൽ പൗച്ചിൽ കാണുന്നത്. ഓക്കെ, ഇത് കൂടാതെ മെയിൽസിൽ എന്ത് കാണുന്നുണ്ട്, മെയിൽസ് ബെയർ എ പെയർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് എയ്നൽ സ്റ്റൈൽസ് വിച്ച് ആർ ആബ്സെൻറ്റ് ഇൻ ഫീമെയിലിൽ കാണാത്തൊരു സംഭവമാണെന്ത്, എയ്നൽ സ്റ്റൈൽസ്. അത് ഈ മെയിൽസിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഷോർട്ട് ത്രെഡ് ലൈക്ക് ആയുള്ള എയ്നൽ സ്റ്റൈൽസ് കാണുന്നുണ്ട്. ഓക്കെ, ഇനി 2 സെക്സിലും മെയിലായാലും ഫീമെയിലായാലും എന്ത് കാണുന്നുണ്ട്, ലാസ്റ്റ് 10th സെഗ്മെൻറ്റിൽ ഒരു പെയർ ഓഫ് എന്ത് കാണാം, ജോയിൻറ്റഡ് ഫിലമെൻ്റൽ സ്ട്രക്ചേഴ്സ് കോൾഡ് എയ്നൽ സെർസെ. ഫിലമെൻ്റൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള എയ്നൽ സെർസെ കാണുന്നുണ്ട്. ഓക്കെ, അത് മെയിലിലും ഫീമെയിലും കാണുന്നുണ്ട്. അത്രയാണ് എന്ത്, മോർഫോളജി ഓഫ് കോക്രോച്ച് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ എന്താണ് മോർഫോളജി പറഞ്ഞു. അതിൽ ഹെഡ്, ബോഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ, അതിലൊക്കെ ഓരോ സെഗ്മെൻറ്റ്സിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.